പ്രിയ വിദ്യാർത്ഥികളെ, നേരത്തെ നിങ്ങൾക്ക് ലഭിച്ചിരുന്ന ഗൂഗിൾ ക്ലാസ് റൂം ഇപ്പോൾ കിട്ടുന്നില്ല എങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യമായി നമ്മുടെ ID ചെക്ക് ചെയ്യുക. സെറ്റിംഗ്സിൽ പോകുക, അക്കൗണ്ട്സ് എടുക്കുക, അക്കൗണ്ട്സ് ആൻഡ് സിങ്ക് അല്ലെങ്കിൽ അക്കൗണ്ട്സ്. ഇവിടെ ഗൂഗിൾ പ്രസ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തന്നിട്ടുള്ള ഇമെയിൽ ID കാണുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തന്നിട്ടുള്ള ഇമെയിൽ IDയും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് അക്കൗണ്ട് സെറ്റ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ കാണുക. ഇവിടെ സ്കൂളിൽ നിന്ന് തന്നിട്ടുള്ള നിങ്ങളുടെ ഇമെയിൽ ID ഇവിടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഉണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. താഴെ സിങ്ക് നൗ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. സിങ്ക് നൗ. ഇപ്പോൾ നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവും അതുപോലെ ഗൂഗിൾ കലണ്ടറും ജിമെയിൽ എല്ലാം തന്നെ ഇവിടെ ഇപ്പോൾ സിങ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് സിങ്ക് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ച് ബാക്കോട്ടേക്ക് പോവാം. ഇവിടെ സെറ്റിംഗ്സിൽ തന്നെ വീണ്ടും ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് ഗൂഗിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെയുള്ള വ്യത്യസ്തമായിട്ടുള്ള IDകൾ നമുക്ക് അവിടെ കാണാവുന്നതാണ്. ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇതിലുള്ള മൊബൈലുള്ള IDകളൊക്കെ അതിൽ കാണാവുന്നതാണ്. നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും തന്നിട്ടുള്ള അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം മാനേജ് യുവർ അക്കൗണ്ട് എന്നുള്ളത് പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഗൂഗിൾ റിഫ്രഷ് ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണൽ ഇൻഫോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായി തന്നെ കാണാവുന്നതാണ്. ഇവിടെ ഡീറ്റെയിൽസ് വന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ സൈൻ ഇൻ ഈ ഫൈൻഡ് ഔട്ട് മോർ എന്നുള്ള സ്ഥലത്ത് ചിലപ്പോൾ സൈൻ ഇൻ എന്നുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തന്നിട്ടുള്ള ഇമെയിൽ IDയും പാസ്വേഡും ഉപയോഗിച്ച് അവിടെ സൈൻ ഇൻ ചെയ്യേണ്ടതാണ്. ഗൂഗിൾ ക്ലാസ് റൂം എടുക്കുക. ഏറ്റവും മുകളിലുള്ള ആ അക്കൗണ്ട് സെറ്റിംഗ്സിൽ എന്ന് പറയുന്ന അക്കൗണ്ട് സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏറ്റവും മുകളിൽ കാണുന്നത് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തന്നിട്ടുള്ള ഇമെയിൽ ID ആണെന്ന് ഉറപ്പുവരുത്തുക. അവിടെ UP അല്ലെങ്കിൽ HS അല്ലെങ്കിൽ HSS അല്ലെങ്കിൽ S അല്ലെങ്കിൽ VHS പിന്നെ നിങ്ങളുടെ അഡ്മിഷൻ നമ്പർ @calicutgirlsschool.org എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം ഇതേപോലെ ഗൂഗിൾ മീറ്റിലും വരിക. ഏറ്റവും മുകളിൽ നിങ്ങളുടെ ID ക്ലിക്ക് ചെയ്യുക. അവിടെയും നിങ്ങളുടെ സ്കൂളിൽ നിന്ന് തന്നിട്ടുള്ള ഇമെയിൽ ID ആണെന്ന് ഉറപ്പുവരുത്തുക. ഇത്രയും ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത് സ്ക്രീൻ ലോക്ക് ഉണ്ടോ എന്നുള്ളതാണ്. നേരത്തെ സ്ക്രീൻ ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്ക്രീൻ ലോക്ക് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂം ലഭ്യമാകുന്നതല്ല. അതുകൊണ്ട് സ്ക്രീൻ ലോക്ക് നിർബന്ധമായി മൊബൈലിന് ഉണ്ടായിരിക്കണം. ഇനി ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ പോകുക. അവിടെ ഗൂഗിൾ മീറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് എന്ന് കാണാവുന്നതാണ്. അതിനർത്ഥം ഗൂഗിൾ എന്ത് ചെയ്തിരിക്കുന്നു, ഈ ഗൂഗിൾ മീറ്റ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ അപ്ഡേറ്റ് എന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഗൂഗിൾ മീറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇൻസ്റ്റലേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ മീറ്റ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുന്നു. ഇവിടെയും അപ്ഡേറ്റ് പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഗൂഗിൾ മീറ്റ് എടുക്കുക. ഏറ്റവും മുകളിലുള്ള F ക്ലിക്ക് ചെയ്യുക. ഏറ്റവും മുകളിലുള്ളത് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തന്നിട്ടുള്ള അക്കൗണ്ട് തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുക. ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഗൂഗിൾ അക്കൗണ്ട് റിഫ്രഷ് ആവുന്നത് കാണാവുന്നതാണ്. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ മീറ്റ് റിഫ്രഷ് ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ പേഴ്സണൽ ഇൻഫോ അടിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ വരും. ഇവിടെ ഡീറ്റെയിൽസ് വന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ സൈൻ ഇൻ ഈ ഫൈൻഡ് ഔട്ട് മോർ എന്നുള്ള സ്ഥലത്ത് ചിലപ്പോൾ സൈൻ ഇൻ എന്നുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തന്നിട്ടുള്ള ഇമെയിൽ IDയും പാസ്വേഡും ഉപയോഗിച്ച് അവിടെ സൈൻ ഇൻ ചെയ്യേണ്ടതാണ്. ഇതേപോലെ ഗൂഗിൾ ക്ലാസ് റൂമിലും പ്രവേശിക്കുക. ഏറ്റവും മുകളിലുള്ള ക്ലിക്ക് ചെയ്യുക. ഏറ്റവും മുകളിലുള്ളത് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തന്നിട്ടുള്ള അക്കൗണ്ട് തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുക. ഗൂഗിൾ അക്കൗണ്ട് പ്രസ് ചെയ്യുക. അപ്പോൾ ഗൂഗിൾ അക്കൗണ്ട് റിഫ്രഷ് ആവുന്നത് കാണാവുന്നതാണ്. നിർബന്ധമായും ഈ റിഫ്രഷിംഗ് ചെയ്യേണ്ടതാണ്. പേഴ്സണൽ ഇൻഫോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ ഡീറ്റെയിൽസ് കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ ഫൈൻഡ് ഔട്ട് മോർ എന്നുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് കാണുന്ന സൈൻ ഇൻ എന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ സ്കൂളിൽ നിന്ന് തന്നിട്ടുള്ള ഇമെയിൽ IDയും പാസ്വേഡും ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യേണ്ടതാണ്. ഇത്രയും അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂം ലഭ്യമാകുന്നതാണ്. ഇനിയും ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളുടെ സ്റ്റോറേജ് കപ്പാസിറ്റി എത്രയുണ്ടെന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ ഫയൽ മാനേജർ, ചില മൊബൈലുകളിൽ അത് സ്റ്റോറേജ് എന്നായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഫോൺ സ്റ്റോറേജിൽ 1.21 GB ഫ്രീ ഉണ്ട്. അതുപോലെ SD കാർഡിൽ 7.7 GB ഫ്രീ ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 500 MB എങ്കിലും മെമ്മറി ഫ്രീ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത വീഡിയോ ഫയലുകൾ അതുപോലെ മറ്റു ഫയലുകൾ ഡിലീറ്റ് ചെയ്ത് മിനിമം 500 MB എങ്കിലും റെഡിയാക്കി വെക്കുക. എന്നിട്ട് വീണ്ടും ഗൂഗിൾ ക്ലാസ് റൂമും അതുപോലെ ഗൂഗിൾ മീറ്റും എടുത്ത് ഓപ്പറേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി മെമ്മറി ക്ലിയർ ചെയ്തിട്ടും നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമും അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റും ശരിയായി വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സിൽ എടുത്തുകൊണ്ട് നിങ്ങളുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ, നിങ്ങളുടെ മൊബൈലിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്.
ഇവിടെ നിങ്ങൾക്ക് കാണാം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് എന്ന് കാണാവുന്നതാണ്. നിങ്ങളുടെ മൊബൈലിന്റെ ആൻഡ്രോയിഡ് വേർഷൻസ് അപ്ഡേറ്റ് ചെയ്യാതിരുന്നാലും ചിലപ്പോൾ ഗൂഗിൾ മീറ്റും അതുപോലെ ഗൂഗിൾ ക്ലാസ് റൂമും ലഭ്യമല്ലാതിരിക്കും. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇറ്റ് ഈസ് ആൾറെഡി ദ ലേറ്റസ്റ്റ് വേർഷൻ എന്നാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അല്ലെങ്കിൽ ഇവിടെ അപ്ഡേറ്റ് എന്നുള്ള ഒരു പുതിയ ബട്ടൺ കാണിക്കും. അപ്പോൾ ആ അപ്ഡേറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മൊബൈലിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം ഓട്ടോമാറ്റിക് ആയിട്ട് അത് റീസ്റ്റാർട്ട് ചെയ്യുകയും നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമും അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റും ലഭ്യമാകുന്നതാണ്.